എം.എസ്. വേണുഗോപാൽ, താങ്കൾ എങ്ങനെ കാണുന്നു തന്ത്രിയുടെ ഈ അറസ്റ്റിനെ? തീർച്ചയായിട്ടും ഇത് ശബരിമലയിൽ സാക്ഷാൽ അയ്യപ്പൻ കഴിഞ്ഞാൽ ഭക്തർ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തന്ത്രി എന്ന് പറയുന്നത്. ആ തന്ത്രിയെ ഇന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ എന്തൊക്കെ വിശ്വാസങ്ങളുണ്ടോ, ആചാരങ്ങളുണ്ടോ, അതെല്ലാം തകർന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ ശ്വാസം നിലച്ചാൽ ആ ശ്വസിക്കുന്നവൻ മാത്രമേ നശിക്കൂ എന്ന് പറയും. പക്ഷേ വിശ്വാസം നിലച്ചാൽ കോടാനുകോടി വരുന്ന വിശ്വാസികൾ മൊത്തം തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് എത്തിയിരിക്കുന്നത്. ഇത് കണ്ടു നിൽക്കാൻ ഒരു ഭക്തനും കഴിയില്ല എന്നൊരവസ്ഥയിലേക്കും കൂടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഭരണപരമായി അവിടെ ഒരു കാര്യവും തന്ത്രി നിർവഹിക്കുന്നില്ല, അതായത് അഡ്മിനിസ്ട്രേഷനിൽ തന്ത്രിക്ക് പങ്കില്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവരാണ് കുറ്റക്കാർ എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അവർ മാത്രമായിരിക്കുമോ? ഇതാണ് നമ്മൾ ധർമ്മം പാലിക്കാതെ വരുമ്പോൾ പറയുന്ന വാചകം എന്ന് പറയുന്നത്. നമ്മുടെ മന്ത്രി ഇത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ആഘോഷം നടത്തുന്നതും മറ്റു കാര്യങ്ങളും അല്ലാതെ അവിടുത്തെ ദൈനംദിന അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും എനിക്കൊരു പങ്കില്ല, അവിടുന്ന് എന്തെങ്കിലും മോട്ടിച്ചുകൊണ്ട് പോയാലും എനിക്ക് പങ്കില്ല എന്ന് പറയുന്നതിന് തുല്യമാണത്. അതേപോലെ തന്നെയാണ് തന്ത്രി ഇപ്പോൾ പറയുകയാണ്, അയ്യപ്പൻ്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ച് ആ സന്നിധാനത്ത് ഏത് സമയവും കടന്നു ചെല്ലാനും നിലകൊള്ളാനും അടയ്ക്കാനും തുറക്കാനും ഒക്കെ അവകാശമുള്ള ആ തന്ത്രി തന്നെ അവിടുന്ന് വിഗ്രഹങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ദ്വാരപാലകരെ അടിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഞാനിതിവിടെ അഴിച്ചു വെക്കാനേ പറഞ്ഞുള്ളൂ, ഇവിടുന്ന് താഴെ കൊണ്ടുപോകാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തീരില്ല. അവിടെ താഴെ കൊണ്ട് വെക്കാൻ പറഞ്ഞത് താഴേന്ന് പിന്നെയും താഴേക്ക് കൊണ്ടുപോകുമ്പോൾ 18-ാം പടി ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ അവിടെ നിലവിളിക്കാനെങ്കിലും തന്ത്രിക്ക് കഴിയണ്ടേ? സ്വാമിയെ ശരണമയ്യപ്പ, ഇത് അനീതിയാണെന്നെങ്കിലും പറയാൻ തന്ത്രിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ തെറ്റുകൾ ഇന്ന് ആവർത്തിക്കുമായിരുന്നോ? അപ്പോൾ തന്ത്രി നിസ്സാരമായ ഒരു തെറ്റല്ല ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് തന്ത്രിയിൽ മാത്രം ഒതുക്കുന്നതിൽ തീർച്ചയായിട്ടും അപാകതയുണ്ട്. തന്ത്രിക്ക് മുമ്പേ ചോദ്യം ചെയ്യപ്പെട്ട മന്ത്രി എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നാണ് ഇന്ന് കേരളം ചോദിക്കുന്നത്. കാരണം മന്ത്രിയോട് 100 ചോദ്യങ്ങൾ ചോദിച്ചു. ആ 100 ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ ഉത്തരം പറഞ്ഞു എന്നാണ് SIT പറയുന്നതെങ്കിൽ അദ്ദേഹം യാതൊരു വിധത്തിലും തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെയാണോ എന്ന് SIT പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യവും കോടതിയുടെ മുമ്പാകെ SIT വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ചോദ്യം പോലും ചെയ്യാത്ത തന്ത്രിയെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യവും കൂടെ അവിടെ വരുന്നുണ്ട്. ശരി, ശ്രീ BN ഹസ്കർ, തന്ത്രി ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയാണെങ്കിൽ മന്ത്രിയും പങ്കാളിയാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ പോകുമല്ലോ. കാരണം തന്ത്രിക്കും ഈ പറയുന്ന പോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായ പങ്കാളിത്തം ഇല്ല, മന്ത്രിക്കും അങ്ങനെ തന്നെയാണല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന പ്രത്യേക എൻറ്റിറ്റിയാണ്, അതിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ അവകാശവാദം. തുടക്കം മുതൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ വന്ന് തുടക്കം മുതൽ അങ്ങനെയാണ് അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് മന്ത്രിക്ക് പങ്കേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നത്. പക്ഷേ തന്ത്രിയെയും ആ രീതിയിൽ മാറ്റി നിർത്താൻ വേണമെങ്കിൽ, അത്രയേ ഉള്ളൂ. പക്ഷേ തന്ത്രിയാണ് അവസാന വാക്ക് എന്ന കാര്യത്തിൽ സംശയവുമില്ല. പക്ഷേ ഇതിലെ വാക്കാലുള്ള നിർദ്ദേശമായിരിക്കും എന്ന് മാത്രം, ഒരിടത്തും ഒപ്പിടുന്നില്ല. അനുമതി കൊടുക്കുന്നുണ്ട്, അത് പേപ്പറിൽ തന്നെയുള്ള അനുമതിയാണ്. പക്ഷേ അത് ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഇതായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തന്ത്രി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് പോറ്റിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് SIT അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മന്ത്രിക്കും പങ്കുണ്ടാവും. മഞ്ജുഷ സഖാവ് പത്മകുമാറിന്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ദൈവതുല്യൻ എന്ന് മാത്രമാണ്, അതിലൊരു തുല്യർ എന്ന് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ ദൈവതുല്യൻ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്നു മുതൽ ഞാൻ ചർച്ചകളിൽ ശബരിമല വിഷയം വരുമ്പോൾ തന്ത്രി കുറ്റസ്ഥാനത്ത് വരുന്നു എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്ന ആളാണ്. SIT ഇപ്പോ ആ അന്വേഷണത്തിന്റെ ഭാഗമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടൽ ഉളവാക്കുന്ന ഒരു തീരുമാനമായിരുന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായും അത്തരം ഒരു അറസ്റ്റ് നടന്ന സാഹചര്യത്തിൽ ഇനി അടുത്തത് മന്ത്രി, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി, പിന്നീട് ഗവർണർ എന്ന നിലയിലേക്ക് ഈ ആ അർത്ഥത്തിലേക്ക് ഇതിനെ വലിച്ചിഴക്കരുത് എന്നുള്ളതാണ് അന്വേഷണ സംഘം. അങ്ങനെ വലിച്ചിഴക്കേണ്ട എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ? അത് പൊതുസമൂഹത്തിന് ഒരു സംശയം തന്നെയാണ്. കാരണം 2019 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിക്ക് എന്തുകൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു മടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യമാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനായിരുന്നില്ല. അദ്ദേഹം ഒരു കാര്യത്തിലും ഇടപെടില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല.
അങ്ങനെയല്ല മഞ്ജുഷ്, ഇതിപ്പോ മന്ത്രി, നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കും. മന്ത്രി ഒരു ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു എന്നത് അർത്ഥത്തിലുള്ള ഒരു സൂചനകൾ നൽകേണ്ട സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു തരത്തിലും മന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ്. മന്ത്രി ഇനിയിപ്പോ ഈ ഘട്ടത്തിൽ മന്ത്രി ഏതെങ്കിലും തരത്തിൽ മന്ത്രിക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് SITക്ക് തോന്നുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവും വേണ്ടെന്നേ. അത് അത്തരത്തിൽ സുഗമമായ രീതിയിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘത്തിന്റെ പ്രവൃത്തികൾ അത്തരത്തിൽ തന്നെയാണ്. വേണു, താങ്കൾ ഇന്നത്തെ തന്ത്രിയുടെ അറസ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ തന്നെ ഹസ്കർ അതിന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതായത് സർക്കാരിന്റെ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഇല്ല എന്നാണല്ലോ. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്ത്രിക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വിഹിതം കിട്ടിയോ എന്നൊന്നും ഞാൻ സംശയിക്കുന്നില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു ആരോപണമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഒരു സൂപ്പർവിഷൻ നടക്കുന്നത് തന്ത്രിയുടെ കീഴിലൊക്കെ. അദ്ദേഹമാണല്ലോ പൂജ നടത്തുന്നതും ദൈനംദിനം ഇത് കാണുന്നതും ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ ഇളക്കി മാറ്റിക്കൊണ്ട് പോകുമ്പോൾ, ഒരു ക്ഷേത്രത്തിൻ്റെതാണല്ലോ, അത് ശാസ്ത്രവിധി പ്രകാരമാണോ അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള എന്താ പറഞ്ഞ ആ വിധി പ്രകാരമൊക്കെയാണോ ഈ കാര്യങ്ങൾ നടന്നത് എന്ന് സ്വാഭാവികമായിട്ടും പരിശോധിക്കാൻ ഒരു ഉത്തരവാദിത്വം തന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളുമായി ഏറ്റവും നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാള്. ഒരു കാര്യം പറഞ്ഞോട്ടെ ശ്രീ സേനാപതി വേണു, തന്ത്രിയുടെ പഴയ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു ഈ സ്വർണ്ണക്കൊള്ളയുടെ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത്. അദ്ദേഹം അതിൽ പറഞ്ഞത് 2019 എന്റെ അനുമതിയോട് കൂടിയാണ് കൊടുത്തുവിട്ടത്. ഇങ്ങനെ അറ്റകുറ്റപ്പണിക്ക് കൊടുത്തുവിടുമ്പോൾ അതിൽ ഈ ദേവഹിതം അറിയേണ്ട ആവശ്യമില്ല എന്നാണ് തന്ത്രി പറഞ്ഞത്. ദേവപ്രശ്നത്തിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ്. കാരണം ഇത് നന്നാക്കാൻ കൊണ്ടുപോയതാണല്ലോ. അവിടെ കറുത്തുപോയി, ഇപ്പോൾ ആളുകൾ തൊട്ടതും പിന്നെ അതുപോലെ തന്നെ ഈ പൂജാദ്രവ്യങ്ങളൊക്കെ വീണ് അങ്ങനെ കറുത്തുപോയി. അതുകൊണ്ട് അദ്ദേഹം അനുമതി കൊടുത്തു അത് സ്വർണം പൂശുന്നതിന് വേണ്ടി. ഇതാണ് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ഈ അന്വേഷണം നടക്കുന്ന സമയത്ത്. അത് ദേവപ്രശ്നത്തിന്റെ ആവശ്യമില്ല എന്നാണ്. അല്ല, അവിടെ ഒരു സംശയമുണ്ട്. ദേവസ്വം ഈ പറഞ്ഞ സന്നിധാനത്ത് നടക്കുന്ന ഏത് നിർമ്മിതികളും അവിടെ വെച്ച് തന്നെ വേണം. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള കർശനമായ വ്യവസ്ഥകൾ ഇതിൽ നിൽക്കുമ്പോൾ തന്ത്രി ഇത് ഒരു കാര്യവും എന്താ പറഞ്ഞ ഒരു പരിശോധനയും നടത്താതെ എന്നാൽ ഇത് കൊണ്ടുപോയിക്കോട്ടെ എന്നൊരു രീതിയിൽ നടത്തുമ്പോൾ അവിടെ ഒരു എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഗുരുതരമായ ഒരു ഉത്തരവാദിത്ത ലംഘനം, അതാണ് ഇവിടെ ഒരുപക്ഷെ SIT കണ്ടെത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹത്തിന് മാത്രമാണ് ഇതുമായിട്ട് നേരിട്ട് ടച്ച് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാണാനും കണ്ടാലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് തന്ത്രിയാ. ബാക്കി ഒരാൾ, നമ്മളൊക്കെ ചെല്ലുന്നവർ, ഭക്തർ ചെല്ലുന്നവർ പുറത്തുനിന്ന് നോക്കി നമ്മൾ കാണുന്നേ ഉള്ളൂ. ഇതുമായി ദൈനംദിനം തൊടുന്നതും ബന്ധപ്പെടുന്നതുമായ ഒരാൾ അവിടെ ഇനിയിപ്പോൾ ഇതിന് കേട് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെയുമല്ല, ഇത് 98 സ്വർണം പതിപ്പിച്ചതിന് ശേഷം അത് സ്വർണമാണ് എന്നുള്ള കാര്യത്തിൽ ഏതായാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.